മെഡിക്കൽ അലവൻസ് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് പെർ മന്ത് 5,000 റുപ്പീസ് നിങ്ങളുടെ മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഹലോ എവ്രി വൺ, നമ്മളെല്ലാവരും AIATC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ തരുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. AIATC എക്സാമിൻ്റെ സാലറി, സോ ബേസിക് സാലറി തൊട്ട് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരെ ഡിസ്കസ് ചെയ്യുന്ന പേ സ്ലിപ്പ് അടക്കമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സാലറി സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ എൻട്രി ടെക്നിക്കൽ എക്സാംസിൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എത്രയാണ് ഒരു ATC ഓഫീസറുടെ ഇൻഹാൻസ് സാലറി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ സാധാരണ പറയുന്നത് ഇൻഹാൻസ് സാലറിനെ പറ്റി 1,40,000 വരെ എന്നാണ് അല്ലേ? സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനു മുൻപ് നമ്മൾ പല വീഡിയോസിലും നോട്ടിഫിക്കേഷനിൽ വരുന്ന സാലറി എത്രയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 13 lakhs ആണ് നമ്മുടെ CTC കോസ്റ്റ് കമ്പനി ആക്ച്വലി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഏകദേശം 1 lakh അബവ് ആയിരിക്കും നിങ്ങളുടെ സാലറി വരുന്നത്. പക്ഷേ ഈ 1 lakh അബവ് ആയിരിക്കുമോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറി, അല്ലെങ്കിൽ അതിൽ ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് വരുന്നത്, ഏതൊക്കെ അലവൻസുകളാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാലറി സ്ട്രക്ചറാണ്. സോ ബേസിക് പേ എന്ന് പറയുന്നത് ഇവിടെ 40,000 റുപ്പീസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ATC എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ആകെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടൊരു വോയിസ് ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ വേഗം തീരും. സോ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വരെ നിങ്ങൾ പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏകദേശം പ്ലേസ്ഡ് ആയി. വളരെ റെയർ കേസസിലാണ് വോയിസ് ടെസ്റ്റിൽ നിന്നും അതുപോലെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ നിന്നും ആൾക്കാരെ പുറത്താക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ എക്സാം കഴിയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ കരിയർ അവിടെ സെറ്റായി. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 8 to 9 months ട്രെയിനിങ് പീരിയഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയാണ് ഞാനിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ട്രെയിനിങ്ങിന് ശേഷം നിങ്ങളുടെ പോസ്റ്റിംഗ് കഴിഞ്ഞ് ഏകദേശം 1 കൊല്ലമൊക്കെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടുന്നത്. അപ്പോഴാണ് നിങ്ങൾ റേറ്റഡ് ആയിട്ടുള്ള ഒരു ATCO, അതായത് എയർ ട്രാഫിക് കൺട്രോളർ ഓഫീസർ ആകുന്നത്. അതിനുശേഷമാണ് നിങ്ങളുടെ സാലറിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വരാൻ പോകുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. അപ്പോൾ ഇപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇത് നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ആണെങ്കിൽ പോലും, നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റൈപ്പൻഡ് അല്ല. പല കേസിലും പല ഓർഗനൈസേഷൻസിലും നിങ്ങൾക്കറിയാം, പ്രൊബേഷൻ അല്ലെങ്കിൽ ട്രെയിനിങ് ആണെങ്കിൽ അവർ സ്റ്റൈപ്പൻഡേ തരുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അല്ല, നിങ്ങളുടെ ഈ ബേസിക് പേ, അതായത് 40,000 ബേസിക് പേ വരുന്ന ഈ സാലറി തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനിങ് പേയിലും ട്രെയിനിങ് പീരിയഡിലും ലഭിക്കുന്നത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സാലറി ബേസിക് പേ വരുന്നത് 40,000 റുപ്പീസ് ആണെങ്കിലും അതിൻ്റെ കൂടെ ഇഷ്ടംപോലെ അലവൻസുകൾ നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ട്രെയിനിങ്ങിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അലവൻസുകൾ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേറ്റിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്രയും കൂടി എക്സ്ട്രാ അലവൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡിൽ കിട്ടുന്ന അലവൻസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങളുടെ DA ആണ്, ഡിയർനെസ് അലവൻസ് ആണ്. ഇത് അപ്രോക്സിമേറ്റ്ലി 48% ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ബേസിക് പേ 40,000 ആണെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു 50% കൂടെ കൂട്ടി ഒരു 60,000-ൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഡിയർനെസ് അലവൻസും കൂടെ കൂട്ടിയിട്ടാണ്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് കിട്ടും, HRA നിങ്ങൾക്ക് കിട്ടും, അതുകൂടാതെ മെഡിക്കൽ അലവൻസ് കിട്ടും. അപ്പോൾ ഈ മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് ക്യാഷ്ലെസ് ആക്കുന്ന ആ ഒരു മെഡിക്കൽ അലവൻസ് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് പെർ മന്ത് 5,000 റുപ്പീസ് നിങ്ങളുടെ മെഡിക്കൽ അലവൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? മെഡിക്കൽ അലവൻസസ് 5,000 റുപ്പീസ് പെർ മന്ത്. അത് നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. അതിലും ആ സമയത്തും നിങ്ങൾക്ക് ഈ മെഡിക്കൽ അലോവൻസ് ലഭിക്കുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും അലോവൻസുകളാണ് നിങ്ങളുടെ ട്രെയിനിങ് പീരിയഡ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ ഇതെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് തന്നെ റേറ്റിംഗ് കിട്ടുന്നതിന് മുൻപ്, സോ ഈ റേറ്റിംഗ് കിട്ടുന്നതിന് മുമ്പുള്ള സമയമാണ് നമ്മളിവിടെ ട്രെയിനിങ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ് കുറച്ച് ഒരു 1 year ആകുമ്പോഴേക്കുമാണ് നിങ്ങൾക്ക് പ്രോപ്പർ റേറ്റിംഗ് കിട്ടുള്ളൂ. സോ അതിന് മുൻപ് നിങ്ങളുടെ സാലറി ഏകദേശം 75,000 പെർ മന്ത് ആണ് ലഭിക്കുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇത് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞുള്ള സാലറി, ഇത് ഡ്യൂറിങ് യുവർ ട്രെയിനിങ്, ഇതാണ് ഞാനിവിടെ പറയുന്നത്.
ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പേ സ്ലിപ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി റേറ്റിംഗ് കിട്ടുന്നതിന് ശേഷം നിങ്ങളുടെ സാലറി എത്രയായിരിക്കും? സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞു ഏകദേശം 1 ഇയർ 1.5 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രോപ്പർ റേറ്റിംഗ് കിട്ടും. റേറ്റിംഗ് കിട്ടുന്നതോടുകൂടെ തന്നെ നിങ്ങളുടെ സാലറിയിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും. ഡെഫിനറ്റ്ലി 1 lakh ക്രോസ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സാലറി. ഇത് നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് 1 ഇയറിന് ശേഷം വരുന്ന സാലറിയുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലെന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്ട്രെസ് അലോവൻസും കൂടി വരും. സോ നിങ്ങൾക്കറിയാം എല്ലാ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സും അതിൻ്റെ ഒരുപാട് അലോവൻസുകൾ വരുന്നുണ്ട്. അതപ്പം ഈ മാസം ഇത്ര രൂപ എന്നല്ല നമ്മുടെ അലോവൻസ് വരിക. അതിന് പകരം നിങ്ങളുടെ ബേസിക് പേ എത്രയാണോ അതിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് നിങ്ങൾക്ക് അലോവൻസുകൾ ഇപ്പോഴും വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഈ ബേസിക് പേ ഇൻക്രിമെൻറ്റ് കൂടുന്നതിന് അനുസരിച്ച് തന്നെ ബാക്കിയുള്ള അലോവൻസുകളും പ്രൊപ്പോർഷണലി കൂടും. സോ നിങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞ് 1 ഇയർ 1.5 ഇയർ കഴിയുമ്പോഴേക്കും സ്ട്രെസ് അലോവൻസും കൂടെ കൂട്ടിയിട്ട്, ഇതൊരു ഹൈലി സ്ട്രെസ്ഫുൾ ജോലി ആയതുകൊണ്ട് PSU അലോവൻസും സ്ട്രെസ് അലോവൻസും ലഭിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇൻ ഹാൻഡ് സാലറിയാണ് 1 lakh rupeesൻ്റെ അബവിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സാലറി സ്ലിപ്പും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവിടെ പേര് ജസ്റ്റ് ഞാൻ അത് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു ആക്ച്വലി ട്രെയിനിങ്ങിലുള്ള ഒരു ATCയുടെ സാലറി സ്ലിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർലി കാണാം നമ്മുടെ ബേസിക് പേ എന്ന് പറയുന്നത് 41,200 rupees ആണ്. നമ്മുടെ ഇതിൽ പറയുന്നത് പോലെ തന്നെ 40,000 rupees above ആണ് ബേസിക് പേ വരുന്നത്. ഇനി അതിൻ്റെ DA ഇത് ലാസ്റ്റ് ഇയറിലാണ് 2023-24 വന്നിരിക്കുന്ന ATCയുടെ ആണ്. സോ ദിസ് ഇസ് അബൌട്ട് 44.8%, 45%ൻ്റെ അടുത്ത്. ഇപ്പോൾ അത് 48% വരെ ആയിട്ടുണ്ട് ബേസിക് പേ ആഫ്റ്റർ 1 increment. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. HR 18% ആണ്. അത് നിങ്ങൾ Y കാറ്റഗറി സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ 18% ആയിരിക്കും. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള പെർക്സ് 35% ആണ്. ഇനി റേറ്റിംഗ് അലോവൻസ് ഇതിന് ശേഷം ആണ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ സാലറി നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 82,000 സംതിങ് ആണ് നമ്മുടെ സാലറി. പക്ഷേ അതിലേക്ക് കുറച്ച് ഡിഡക്ഷൻസും പോകുന്നുണ്ട്. നമ്മുടെ ടാക്സ് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പെൻഷൻ അതിലേക്ക് പോകുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് 11,000 സംതിങ്ങിൻ്റെ അടുത്ത് ഇവിടെ ഡിഡക്ഷനും വരുന്നു. അതിനുശേഷം 71,000ൻ്റെ അടുത്താണ് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഏകദേശം ഇതാണ് നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാലറിയുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കുകയും വേണ്ട. ജസ്റ്റ് ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമാണ്, ഒറ്റ എക്സാമേ ഉള്ളൂ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ബാക്കി ട്രെയിനിങ് എങ്ങനെയാണ്, ലീവ് കിട്ടുമോ, ഡ്യൂട്ടി എത്ര ഷിഫ്റ്റിലാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, കോമൻസിൽ ചോദിച്ചാൽ മതി. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്ക് ഈ സാലറി ഒക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ മോട്ടിവേഷനാണ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പഠിത്തം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ടീം എൻട്രിയുടെ ഭാഗത്തു നിന്നും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് എക്സാമിനെ പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെ നിങ്ങൾക്ക് നമ്മളോട് എഴുതി ചോദിക്കാം. അതുമാത്രമല്ല ഇതുപോലെയുള്ള എല്ലാ ടെക്നിക്കൽ എക്സാംസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോലെ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് റിലേറ്റഡ് ടു ATCO എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നമ്മുടെ കോമെൻറ്റ്സിലൂടെ ജസ്റ്റ് ഒന്ന് എഴുതി അറിയിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ പുതിയ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.